ക്രിസ്മസ് മനുഷ്യസ്നേഹത്തിന്റെ ഉത്സവമാണെന്നും മതേതരത്വവും കൂട്ടായ്മയും ഉയർത്തിപ്പിടിക്കണമെന്നും കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ 24 പ്രേക്ഷകർക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്ന ബിഷപ്പ് ഒരു ക്രിസ്മസ് ഗാനം കൂടി പങ്കുവെക്കുകയാണ് ദീപക് ധർമ്മടത്തിനൊപ്പം. റിപ്പോർട്ട് ഒന്ന് കാണാം. ഹായ്, ഹാപ്പി ക്രിസ്മസ്. പ്രിയ പ്രേക്ഷകർക്ക് ക്രിസ്മസ് ആശംസകൾ. SKN, ഗോപികൃഷ്ണൻ, ഹാഷ്മി, എല്ലാവർക്കും, ക്രിസ്റ്റീന ചെറിയാൻ, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് 24ൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകൻ കൂടിയായ ഒരു പിതാവാണ്, ബിഷപ്പാണ്. കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ഹാപ്പി ക്രിസ്മസ് പിതാവേ. ഹാപ്പി ക്രിസ്മസ്. ഈ ക്രിസ്മസ് ദിനത്തിൽ ആദ്യം പറയാനുള്ളത് എന്താണ്? ഈ 24 ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും ആദ്യമായിട്ട് എനിക്ക് നേരാനുള്ളത്. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ സമാധാനമാണ്, സ്നേഹമാണ്, സാഹോദര്യമാണ്. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ചുറ്റുപാടിലൊക്കെ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആശംസ. അലക്സാണ്ടർ പോപ്പ് എന്ന് പറയുന്ന വലിയ കവി പറഞ്ഞതെന്നറിയാമോ? 1000 പ്രാവശ്യം ഉണ്ണി പുൽക്കൂട്ടിൽ പിറന്നാലും ഒരു പ്രാവശ്യം എൻ്റെ ഹൃദയത്തിൽ പിറക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് ഫലം. അപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ കമ്പോളവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതായത് ഇതൊക്കെ ബിസിനസ്സായി തീരുകയാണ്. ബിസിനസ്സിനേക്കാൾ ഉപരിയായിട്ട് അതിൻ്റെ പിന്നിലുള്ള ആധ്യാത്മികത, അതിൻ്റെ പിന്നിലുള്ള ശക്തി, ഊർജം, അത് ആവഹിച്ചെടുത്ത് ജീവിക്കാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പ്രത്യേകമായിട്ട് നോക്കേണ്ടത്. താങ്ക് യു പിതാവേ. ആദ്യത്തെ കാര്യം, ക്രിസ്മസ് നന്മയുടെ ഉത്സവമാണ്, നന്മയുടെ സന്ദേശമാണ്. അങ്ങയുടെ വൈദിക ജീവിതത്തിലതല്ല, അങ്ങയുടെ പൂർവാശ്രമത്തിലെ കുട്ടിക്കാലത്തെ ഒരു ക്രിസ്മസ് ഓർമ്മ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്കൊന്ന് പങ്കുവയ്ക്കാം. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മ പറയുകയാണെങ്കിൽ ഞാൻ 7, 8, 9 പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ അയൽപക്കത്തുള്ള കുട്ടികളെല്ലാവരും കൂടി അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഈ ഈന്തപ്പന ഇവിടെ തണ്ടുകൾ പറിച്ചുകൊണ്ട് വരും. എന്നിട്ട് ചെറിയൊരു പുൽക്കൂടുണ്ടാക്കും. എങ്ങനെയെങ്കിലും ഒരു ചെറിയ ഉണ്ണിയെ സംഘടിപ്പിക്കും. എന്നിട്ട് 24 രാത്രി ആ പുൽക്കൂടും ചുമന്നുകൊണ്ട് ഞങ്ങൾ ആ ഗ്രാമം മുഴുവനും ഇങ്ങനെ പോകുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഗ്രാമത്തിലൊക്കെ ഈ ക്രിസ്മസിൻ്റെ ഒരു ഓളം ഉണ്ടാക്കിയത് ഞങ്ങളാണ്, ഞങ്ങളുടെ പാട്ടുകളാണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അന്ന് പാടിയ പാട്ടുകൾ. എത്ര വർഷങ്ങൾക്ക് മുമ്പ് പാടിയ പാട്ടുകളാണെന്ന് പറയുമ്പോൾ അതിന്നും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇടപെടുകയാണ്. ആ പഴയ ഓർമ്മയിൽ നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. ഞാൻ അന്ന് പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ട്, പട്ടുവിരിച്ച മെത്തകളില്ല, മന്ദിരമില്ല ശയിപ്പാനായി, വെറുമൊരു കാലിപ്പുൽക്കൂട്ടതിനാൽ രക്ഷകനേശു പിറന്നല്ല, ആ രക്ഷകനേശു പിറന്നല്ല. പൊന്നുണ്ണി നിനക്കെന്തേ മാനത്തു വസിപ്പാനായി, മാലോരെ തേടി നീ താഴോട്ട് പോന്നല്ലോ.